മിനി കാപ്പൻ ഫയലുകൾ നോക്കി തുടങ്ങിയിട്ടുണ്ട്. 25ഓളം ഫയലുകൾ തീർപ്പാക്കി, മിനി കാപ്പൻ ഫയലുകൾ തീർപ്പാക്കി അയക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ആ ഫയലുകളുടെ എല്ലാം ഭാവി എന്തായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, നിയമവിരുദ്ധമായിട്ടാണ്. ഞാൻ ഇപ്പം വിശദീകരിച്ചില്ലേ, സ്റ്റാറ്റ്യൂട്ടിനെ ഉദ്ധരിച്ചില്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞത് ആരെ ബാധിക്കുന്നതായാലും നിയമവിരുദ്ധമായ ഒരു ഫയൽ നോക്കാൻ ആർക്കും അവകാശമില്ലല്ലോ. ഇവിടെ രജിസ്ട്രാർ ഉണ്ടല്ലോ. അത് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ മതി. സർവകലാശാലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയത്തില്ല. മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ വൈസ് ചാൻസലർ അടിയന്തരമായി വിളിച്ചു ചേർക്കുകയാണെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ സംഭവവികാസങ്ങളെല്ലാം തന്നെ വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്യണം സിൻഡിക്കേറ്റ്. അതെ, അങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും സങ്കീർണമാവുകയല്ല. ആരെങ്കിലും ഒരു അയവ് കാണിക്കേണ്ടതല്ലേ വിഷയത്തിൽ? അതാണല്ലോ നിയമമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ നിയമമാണ്. സിൻഡിക്കേറ്റിൻ്റെ അധികാരം വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് രണ്ടും സിൻഡിക്കേറ്റ് വിളിച്ചാൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. റിപ്പോർട്ട് ചെയ്താൽ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്താൽ ഞങ്ങൾ സിൻഡിക്കേറ്റ് നിയമപരമായേ പ്രവർത്തിക്കത്തുള്ളൂ. ഞങ്ങൾ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഒരു തരത്തിലും സർവകലാശാലയുടെ നിയമങ്ങളോ ചട്ടങ്ങളോ ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. അതെവിടെയും ഞങ്ങൾക്ക് പറയാം. ആ നിലയ്ക്ക് തന്നെയാണ് സിൻഡിക്കേറ്റ് പോകുന്നത്. കൃത്യമായി ഈ ചില ഞങ്ങൾ കൂടിയ യോഗം ഉണ്ടായിരുന്നല്ലോ, VC ഇറങ്ങിപ്പോയല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ഒരു തീരുമാനം എടുത്തപ്പോഴാണല്ലോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത്. ആദ്യം എന്താ പറഞ്ഞത്? ആ തീരുമാനത്തിന് നിയമപരമായി സാധ്യതയില്ല എന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ തെളിവ് സഹിതം തന്നല്ലോ. 2012 വൈസ് ചാൻസലറെ തടഞ്ഞു വെച്ചിട്ട് 9 UDFൻ്റെ അംഗങ്ങൾ ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നിട്ട് 188 അജണ്ടയാണ് പാസ്സാക്കിയത്. 2 അഡീഷണൽ അജണ്ടയുണ്ട് പാസ്സാക്കി. ഡോക്ടർ ജോളി ജേക്കബ് ചെയർ ചെയ്ത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിക്കാണും, അല്ലെ ഞങ്ങൾ തരാം. അതിനകത്ത് പറഞ്ഞേക്കുന്നത് എന്തറിയോ? ഡോക്ടർ ജോളി ജേക്കബ് ഇൻ ദ ചെയർ ആസ് പെർ സ്റ്റാറ്റ്യൂട്ട് 6(1)(2) എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇവിടെ വൈസ് ചാൻസലറായി ഇരുന്ന സമയത്തെ, അദ്ദേഹം വന്ന കഴിഞ്ഞ സിൻഡിക്കേറ്റിൻ്റെ സമയത്ത് ഒരു സിൻഡിക്കേറ്റ് യോഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് നിർത്തി വയ്ക്കേണ്ടി വന്നു. പിന്നെ അത് വീണ്ടും ആ യോഗം തുടർന്നപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞു ഞാൻ ആ യോഗത്തിന് വരുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അന്ന് ഈ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സാറിനോട് പറഞ്ഞു, സാർ സ്റ്റാറ്റ്യൂട്ടിൽ സാർ വന്നില്ലെങ്കിൽ യോഗം തുടരാനുള്ള പ്രൊവിഷനുണ്ട്, അതനുസരിച്ച് ഞങ്ങൾ യോഗം തുടരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞെങ്കിൽ ശരി, നിങ്ങൾ നടത്തിക്കോ. അങ്ങനെ ഞങ്ങൾ നടത്തിയല്ലോ. ഈ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇവിടെ വൈസ് ചാൻസലറായിരിക്കുമ്പോൾ തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടിലെ പ്രൊവിഷൻ അനുസരിച്ച് യോഗം നടത്തി അജണ്ട അംഗീകരിച്ച് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ വൈസ് ചാൻസലർ. പിന്നെന്താ ഇപ്പോൾ പ്രശ്നം എന്താ? അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ പ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ സിൻഡിക്കേറ്റ് അതിനെതിരല്ല. നിങ്ങൾ സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും അനുസരിച്ച് പ്രവർത്തിക്കൂ. ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞല്ലോ, സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുള്ളവർ നിങ്ങൾ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ സമീപിക്കാനല്ലേ പറഞ്ഞത്. ആരെങ്കിലും സമീപിക്കുന്നതിന് പകരം എന്താ ചെയ്തത്? ഒരു വൈസ് ചാൻസലർ 8 ദിവസത്തേക്ക് വന്ന വൈസ് ചാൻസലർ രാത്രി 11:30 രജിസ്ട്രാർക്ക് ഒരു കത്തയച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, 11:30 ഒരു കത്തയച്ചു. എന്നിട്ട് 12:05 ആയപ്പോഴേ ഇവിടുത്തെ വകുപ്പ് മേധാവികൾക്കൊക്കെ കത്തയച്ചിരിക്കുകയാണ്, രജിസ്ട്രാർ ഇവിടെ കയറാൻ പാടില്ലെന്ന്. 12:05 12 മണിക്ക് അദ്ദേഹത്തിൻ്റെ സമയം അവസാനിച്ചു. ഡോക്ടർ സിസ തോമസിൻ്റെ നിയമവിരുദ്ധമായി ചെയ്തിരിക്കുന്നത്. അതിനെ ഞങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം മോഹൻ കുന്നുമ്മേൽ വിദേശയാത്ര കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. അദ്ദേഹം വീണ്ടും രാത്രി 10:30 രാത്രിയിലാണ് ഇത്തരം നിയമവിരുദ്ധമായ ഉത്തരവ് ഇറക്കുന്നതിന് ഇവർക്ക് തലയ്ക്ക് വെളിവ് വീഴുന്നത്. ഇങ്ങനെ നിയമവിരുദ്ധമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സർവകലാശാലയ്ക്ക് അസാസ്യമാണോ? അല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.